പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ ശരീഫിനെ 3 പത്തുകളായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭജിച്ചു. ആദ്യത്തേത് റഹ്മത്തിൻ്റെതാണ്. അതിൻ്റെ അവസാനത്തെ രാത്രിയാണ് ഇന്ന് നമ്മളിലേക്ക് സമാഗതമാകുന്നത്. നാളെ അസ്തമയത്തോടുകൂടെ റഹ്മത്തിൻ്റെ 10 അവസാനിക്കുകയാണ്. അള്ളാഹുവിനോട് സദാ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും നന്നായി കരുണ ചെയ്യുന്ന അല്ലാഹ്, ഇർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണമേ എന്ന് ഇന്നും നാളെയുമായി നാം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ കാരുണ്യം ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നാളെ അസ്തമിക്കുന്നതോടുകൂടെ രണ്ടാമത്തെ 10 നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഔസതുഹു മഗ്ഫിറ. രണ്ടാമത്തെ മധ്യത്തിലെ 10 എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ 10ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം വിശാലമായതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വാതിലും എല്ലാ സമയത്തും തുറക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് പാപമോചനം നൽകുന്ന, മഗ്ഫിറത്ത് നൽകുന്ന ദിനരാത്രങ്ങളാണ് നാളെ മഗ്രിബോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. മനുഷ്യ സഹജമായി നാം ചെയ്തേക്കാവുന്ന തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് അതിൽ ഖേദിച്ചുകൊണ്ട് അതിൽ നിന്നും മടങ്ങി അള്ളാഹുവിലേക്ക് നാം അടുക്കുക. തൗബ എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് ലഭ്യമാകുന്ന വഴിയാണ്, അതിനുള്ള മാർഗമാണ്. ആ തൗബ നാം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. നിഷ്കളങ്കമായ തൗബയോടുകൂടെ, ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടുകൂടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, തൗബ എന്ന് പറഞ്ഞാൽ നാം ചെയ്തുപോയ തെറ്റിൽ നിന്ന് ഖേദിച്ച് അതിനെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനെയാണ് തൗബ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ഇബ്നി ആദമ ഖത്വാ. മനുഷ്യ മക്കളൊക്കെ, ആദം നബിയുടെ സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ഉത്തമരായിരിക്കുന്ന ആളുകൾ അവർ തൗബ ചെയ്യുന്നവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വരുന്ന ദിനരാത്രങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റിയ വലിയൊരു സുവർണാവസരമാണെന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. തൗബയ്ക്ക് ചില നിബന്ധനകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്കിന്ന് പഠിക്കാം. തൗബയ്ക്ക് 4 നിബന്ധനകൾ മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു തരുന്നു, ഉതുലുബ് മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി الذنബി ഫീമാ ഇസ്തഖ്ബലാ വബറാഅതും മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി فلهذه الأركان فرع وكملا. തൗബ അല്ലാഹു സ്വീകരിക്കുന്നതിനുള്ള 4 റുക്നുകൾ, 4 നിബന്ധനകളുണ്ട്. ഒന്നാമതായിട്ട് അന്നദും, റിഗ്രറ്റ്. അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്യുമ്പോൾ ആദ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് ഖേദമാണ്, സങ്കടം വേണം. അള്ളാഹുവേ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നുവല്ലോ, ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന മനസ്സിന് വിഷമമുണ്ടായിരിക്കണം എന്നുള്ളതാണ് തൗബ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്. ആ സങ്കടത്തോടുകൂടെ, തെറ്റ് ചെയ്തു പോയല്ലോ എന്ന വിഷമത്തോടുകൂടെ
നാം തൗബ ചെയ്യണം. അപ്പോഴാണ് തൗബ സ്വീകാര്യപ്രദമാവുകയുള്ളൂ. രണ്ടാമത്തത് ഇഖ്ല ഉണ്ടായിരിക്കണം. ആ തെറ്റിൽ നിന്ന് നമ്മൾ പരിപൂർണമായി ഒഴിവാകണമെന്നുള്ളതാണ്. പലിശ വാങ്ങുന്നതോടുകൂടെ, പലിശയുടെ പരിപാടികളൊക്കെ നടക്കുന്നതോടുകൂടെ നമ്മൾ തൗബ ചെയ്തു പലിശയിൽ നിന്ന്, അത് സ്വീകാര്യോഗ്യമല്ല. ഒരാൾ വ്യഭിചരിക്കുന്നവനായിരിക്കെ ആ വ്യഭിചാരത്തിൽ നിന്ന് തൗബ ചെയ്താൽ ആ തൗബ സ്വീകാര്യപ്രദമാവുകയില്ല. തെറ്റ് അതിൽ നിന്ന് നമ്മൾ ഉപേക്ഷിതരാകണം, അതിനെ ഒഴിവാക്കണം. മൂന്നാമത്തത്, നമ്മൾ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയം ചെയ്യണം. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇനി മേലാൽ ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല, ഞാൻ ആ തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഇനി ചെയ്യുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയമാണ് മൂന്നാമത്തെ നിബന്ധനയായി മഹാനവരകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ അത് തീരുകയില്ല, ക്ലിപ്തപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. ആ ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ട്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹുവിനെതിരിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ധിക്കാരം ചെയ്യുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായി നമ്മളോട് ചോദ്യം ചെയ്യും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന കാഴ്ചയെക്കുറിച്ചും കേൾവിയെക്കുറിച്ചുമെല്ലാം, ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നാളെ വരാനുണ്ട്. അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി നിങ്ങളോട് ഹിസാബ് നടത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതെല്ലാം ചോദിക്കപ്പെടും. അതുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നന്മയിലായിക്കൊണ്ട് നമ്മൾ വിനിയോഗിക്കുക. തെറ്റിൽ നിന്ന് നമ്മൾ ആ അവയവങ്ങളെ സൂക്ഷിക്കുക. നാലാമത്, ഈ പറഞ്ഞ 3 കാര്യങ്ങളും അള്ളാഹുവിൻ്റെയും ആ അടിമയുടെയും ഇടയിൽ വന്നതായിരിക്കുന്ന തെറ്റുകളെ പൊറുപ്പിക്കാനുള്ള സംഗതികളാണ്. നാലാമത്തെ റുക്കന്, നാലാമത്തെ നിബന്ധന, അത് മനുഷ്യരുമായി ബന്ധപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ നടന്നതായിരിക്കുന്ന തെറ്റാണെങ്കിൽ ഈ 3 കൊണ്ടും തന്നെ മാപ്പാക്കപ്പെടും. ഖേദത്തോടുകൂടെ ആ തെറ്റിൽ നിന്ന് ഒഴിവായി ഇനി മേലാൽ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ ആ തൗബ സ്വീകാര്യമാണ്. പക്ഷെ മനുഷ്യരോടുള്ള ഹക്കടപാടുകളുണ്ടെങ്കിൽ, അതാണ് നാലാമത്തെ റുക്കന്, അത് നമ്മൾ വീട്ടേണ്ടതുണ്ട്. ഒരാളുടെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അതല്ല, വാക്കാലോ പ്രവൃത്തിയാലോ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, പരദൂഷണം പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ അവനെ നാണം കെടുത്തിക്കൊണ്ട്, അവനെ കളിയാക്കിക്കൊണ്ട് അവനെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അവനോട് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പറഞ്ഞാൽ മാത്രമാണ് അള്ളാഹു ആ തെറ്റ് മാപ്പാക്കുകയുള്ളൂ. മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യരോട് നമ്മൾ ആദ്യം പൊരുത്തപ്പെടിച്ചിട്ട് വേണം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ. അല്ലാത്ത പക്ഷം അള്ളാഹു അത് മാപ്പാക്കുകയില്ല. അതാണ് നാലാമത്തെ നിബന്ധന. അതുകൊണ്ട് പൈസ സംബന്ധമായിട്ടാണെങ്കിൽ അതല്ല, അവനെ വാക്കാൽ നൊവിച്ചതാണെങ്കിൽ അത് ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗബയെ സ്വീകാര്യോഗ്യമാക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റിയ നല്ല ദിനരാത്രങ്ങളാണ് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മഗ്ഫിറത്തിൻ്റെ 10, അവസാനത്തെ 10 ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10ആണ്. പരിശുദ്ധ റമളാനിൻ്റെ 9ാമത്തെ ദിവസമായി. ഇനിയുള്ള ദിവസങ്ങൾ അതിലേറെ സ്പീഡിൽ നമ്മളിൽ നിന്ന് കടന്നു പോകും. അള്ളാഹു ഈ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.